എന്താണ് ആശീർവാദം? അത് ദൈവത്തിൽ നിന്ന് മനുഷ്യന്റെ കരങ്ങളിലൂടെ മറ്റ് മനുഷ്യരിലേക്ക് കൈമാറപ്പെടുന്ന ദൈവാനുഗ്രഹങ്ങളുടെ പേരാണ് ആശീർവാദം, ബ്ലെസ്സിങ്. അത് ദൈവത്തിൽ നിന്ന് നേരിട്ടല്ല മനുഷ്യനിലേക്ക് വരുന്നത്. ദൈവം കൊടുത്ത അനുഗ്രഹം കൈമാറി 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 ആ ബ്ലെസ്സിങ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു പാറ്റേൺ ആണ് ബൈബിൾ സൂക്ഷിക്കുന്നത്. ഞാൻ പെട്ടെന്ന് അതിനെക്കുറിച്ച് വേഗത്തിൽ ഒന്ന് ഓടിച്ച് പറയാം. ആദ്യമായി ഈ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നത് ആദമാണ്. ആദത്തോട് ദൈവം സംസാരിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യനോട് ദൈവം സംസാരിക്കുന്ന ആദ്യത്തെ വാക്യമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അവരെ ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ടാണ്, ബ്ലസ്ഡ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബൈബിൾ തുടങ്ങുന്നത് തന്നെ, അല്ലെങ്കിൽ ബൈബിൾ മനുഷ്യനോട് സംസാരിച്ച്, ദൈവം മനുഷ്യനോട് സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ അവനെ ഇങ്ങനെ പറഞ്ഞ് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ആദം ദൈവത്തിൽ നിന്ന് ഈ ബ്ലെസ്സിങ്, ആശീർവാദം പ്രാപിച്ചു. ഇനി ആദത്തിൽ നിന്ന് അത് ആബേലിലേക്കും, ആബേലിന്റെ മരണത്തിന് ശേഷം ആദത്തിൽ നിന്ന് സേത്തിലേക്കും ഈ ആശീർവാദം കൈമാറപ്പെട്ടു. സേത്തിൽ നിന്ന്, സേത്തിന്റെ പരമ്പര നമുക്കറിയാം, ഹെനോക്ക്, അതുപോലെ തന്നെ ലാമക്ക്, പിന്നീട് മെത്തുശലേഹ്, നോഹ, നോഹയിലേക്ക് അതെങ്ങനെ കൈമാറപ്പെട്ടു. നോഹയിൽ നിന്ന് നോഹയുടെ മൂത്ത മകനായ ഷേമിലേക്ക് ഈ അനുഗ്രഹം കൈമാറപ്പെട്ടു. അങ്ങനെ ദൈവത്തിൽ നിന്ന് വന്ന ഈ ബ്ലെസ്സിങ് തലമുറ തലമുറയായി കൈമാറപ്പെട്ടു വന്നപ്പോ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന കഥാപാത്രം അബ്രാഹമാണ്. അബ്രാഹത്തിന്റെ ജീവിതം സൂക്ഷ്മതയോടെ വായിക്കുമ്പോൾ ബൈബിൾ വായനക്കാരൻ ഒരു സത്യം മനസ്സിലാവും. അബ്രാമിന് ഈ അനുഗ്രഹം കൈമാറി കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം, ജോഷുവയുടെ പുസ്തകത്തില് നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കാതെ പോകാൻ സാധ്യതയുള്ളൊരു വാക്യമുണ്ട്. ജോഷുവ 24 വാക്യം 2. ജോഷുവ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അബ്രാഹത്തിന്റെയും നാഹോറിന്റെയും പിതാവായ തേരാഹ് വരെയുള്ള നിങ്ങളുടെ പിതാക്കന്മാർ യൂഫ്രട്ടീസിനക്കരെ മറ്റ് ദേവന്മാരെയാണ് ആരാധിച്ചിരുന്നത്. അതായത് ഷേമിന്റെ കാലശേഷം പിന്നീട് അബ്രാമിന്റെ അപ്പൻ, വല്യപ്പൻ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ യൂഫ്രട്ടീസിനക്കരെ ബാബിലോണില് മറ്റ് ദേവന്മാരെയാണ് ആരാധിച്ചിരുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഷേം വരെ എത്തി നിന്ന, ഷേം വരെ ദൈവം കൊടുത്തു നിർത്തിയ ആ ബ്ലെസ്സിങ്, ആശീർവാദം അവിടെ ഏതോ ഒരു തലമുറയിൽ വെച്ച് അവര് വിഗ്രഹാരാധനയിലേക്ക് പോകുമ്പോൾ അത് കട്ടായി. ഇനി രക്ഷാകര ചരിത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ അബ്രാം നിൽക്കുകയാണ്. അബ്രാം നിൽക്കുമ്പോ അബ്രാം നിൽക്കുന്നത് ഈ അനുഗ്രഹം ഇല്ലാതെയാണ്. അബ്രാം ദൈവം പറഞ്ഞ് കേട്ട് വന്നു, കനാൻ ദേശത്തേക്കുള്ള യാത്രയൊക്കെ വന്നു, എങ്കിലും ഈ ബ്ലെസ്സിങ് ലൈൻ മുറിഞ്ഞിട്ടുണ്ട്. വിഗ്രഹാരാധന നടത്തിയത് വഴി യഹോവയായ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം മുറിഞ്ഞുപോയി, വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു. ഇവിടെ മൽക്കീസദേക്കിന്റെ കഥയിലെ സാങ്കത്യം, ഇവിടെ മുറിഞ്ഞുപോയ ഈ ആശീർവാദം അബ്രാമിന് തിരിച്ചു കൊടുക്കാനാണ് മൽക്കീസദേക്ക് വരുന്നത്. അതുകൊണ്ട് യഹൂദ പണ്ഡിതന്മാര് ഈ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഒന്നുകിൽ ഇത് ഷേമോ, നോഹയുടെ മകനായ ഷേമോ, ഷേമിന്റെ സന്താനങ്ങളിൽ ആരെങ്കിലുമോ ആയിരുന്നിരിക്കണം മൽക്കീസദേക്ക് എന്ന ഒരു അഭിപ്രായം ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. എന്ന് പറഞ്ഞാൽ തലമുറ തലമുറയായി ദൈവം പകർന്നു കൊടുത്ത ആ അനുഗ്രഹം അബ്രാമിന് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന് ദൈവം നിയോഗിച്ച ഷേമോ, ഷേമിന്റെ പരമ്പരയിൽപ്പെട്ട ആരെങ്കിലുമോ ഒരാളാണ് മൽക്കീസദേക്ക്. അങ്ങനെയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, അബ്രാമിന് ദൈവത്തിൽ നിന്നുള്ള ആശീർവാദം മൽക്കീസദേക്ക് തിരിച്ചു കൊടുക്കാൻ പോവാണ്. അയാൾ തിരിച്ചു കൊടുത്തത് എങ്ങനെയാണ്? നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സാലേം രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. എങ്ങനെയാണ് ഈ അനുഗ്രഹം റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നത്?
ചുമ്മാ വന്നിട്ട് തലയൊക്കെ വെച്ച് അനുഗ്രഹിക്കുകയല്ല. അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. ഈ 2 വാക്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ഈ പുരോഹിതൻ അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് വെറുതെ ഇങ്ങനെ കാണിക്കുകയല്ല, അവൻ അവിടെ ഒരു ബലിപീഠം പണിത് അവിടെ അപ്പവും വീഞ്ഞും കാഴ്ചവെച്ചു. ആ ബലി നടത്തിയിട്ട് അബ്രാമിനെ അനുഗ്രഹിച്ചു. തലമുറകള് അല്ലെങ്കിൽ പൂർവികര് കളഞ്ഞു കുളിച്ച, നഷ്ടപ്പെടുത്തിയ അനുഗ്രഹം അബ്രാമിന് മൽക്കീസദേക്ക് എന്ന പുരോഹിതൻ തിരിച്ചു കൊടുക്കുന്നത് അപ്പവും വീഞ്ഞും ബലിയർപ്പിച്ചിട്ടാണ്, ബലിപീഠം പണിതിട്ടാണ്. വെറുതെ അല്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. മൽക്കീസദേക്ക് വന്ന് അബ്രാഹത്തിന് നഷ്ടപ്പെട്ട ആ പൂർവികരുടെ അനുഗ്രഹം, തലമുറയെ കൈമാറി കിട്ടിയ അനുഗ്രഹം തിരിച്ചേൽപ്പിക്കുന്നത് ബലിയർപ്പിച്ചിട്ടാണ്, ബലിപീഠം പണിതിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങൾക്ക് പൂർവികരുടെ അനുഗ്രഹം ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ ആരെങ്കിലും കൊലപാതകം ചെയ്തിട്ടുണ്ട്, കുടുംബങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായ അനീതി കാണിച്ചിട്ടുണ്ട്, നിരപരാധികളുടെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴുന്നതിന് നിങ്ങളുടെ പൂർവികര് കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികര് വിഗ്രഹാരാധകരായിരുന്നു, അന്ധവിശ്വാസികളായിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചിന്തിക്കുന്നുണ്ട്, അതിന്റെ അനുഗ്രഹത്തിന്റെ തടസ്സം നമ്മുടെ കുടുംബത്തിനുണ്ടെങ്കിൽ എന്താണ് പോംവഴി? ആ നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ തിരിച്ചു കിട്ടാൻ ബലിപീഠങ്ങൾ പണിയുക, ബലിയർപ്പിക്കുക. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുകയാണ്. നമുക്കിന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭ്യസിക്കേണ്ട നന്മ ക്ഷമയുടെ ഒരു പുണ്യമാണ്. ക്ഷമ. മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഏതെങ്കിലും മേഖല നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കറിയാം, മാനുഷികമായിട്ട് നമുക്ക് ആരോടും ക്ഷമിക്കാൻ പറ്റത്തില്ല. ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ കർത്താവ് സഹായിച്ചാലേ പറ്റൂ. നമുക്കിന്ന് കർത്താവിന് മുമ്പിൽ ആ തീരുമാനം എടുക്കാം. എന്നെ വേദനിപ്പിച്ചവരോട്, എന്നെ കരയിപ്പിച്ചവരോട്, എനിക്ക് അപമാനം തന്നവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. ഇനി ഒഴിവാക്കേണ്ട തിന്മയാണ് ശത്രുത, എനിമിറ്റി. നമുക്ക് ശത്രുത അവസാനിപ്പിക്കാനും ശത്രുത ഒഴിവാക്കാനും അതുപോലെ തന്നെ സ്നേഹത്തിൽ ജീവിക്കാനുമുള്ള ഒരു കൃപ കിട്ടാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ അഭ്യസിക്കേണ്ട പുണ്യം ഫൊർഗിവ്നെസ്, ക്ഷമ, ഒഴിവാക്കേണ്ട പാപം എനിമിറ്റി, ശത്രുത. ടാസ്ക് ഇതാണ്. കൊരിന്തോസ് ലേഖനം 1 കൊരിന്തോസ് 13-ാം അധ്യായം സ്നേഹത്തിന്റെ ഗീതമാണ്. സ്നേഹം സകലതും ക്ഷമിക്കുന്നു, സകലതും സഹിക്കുന്നു. അപ്പോൾ ആ സ്നേഹഗീതം ഒരു 2-3 പ്രാവശ്യം ഒന്ന് വായിച്ച് നമുക്ക് അങ്ങനെ ഒരു എല്ലാവരെയും സ്നേഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു കൃപ, ഹൃദയവിശാലത കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഇതാണ്: കർത്താവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇതൊന്ന് പല ആവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കർത്താവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കിന്ന് ഈ ദിവസം നമുക്ക് ദൈവം തന്ന നന്മകൾക്ക് നന്ദി പറയാം.